ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. MP ക്യാമറയുമായി വിവോ Y500 Pro ചൈനയിൽ ലോഞ്ച് ചെയ്തു. നിരവധി സവിശേഷതകളുള്ള ഫോൺ വൈകാതെ തന്നെ ഇന്ത്യൻ വിപണിയിലും എത്തുമെന്നാണ് പ്രതീക്ഷ. വിവോയുടെ Y സീരീസിൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചു. Y500 സീരീസിന് തുടക്കം കുറിച്ചുകൊണ്ട് വിവോ Y500 Pro എന്ന മോഡലാണ് ഇപ്പോൾ ചൈനയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിലടക്കം വിവോ Y സീരീസ് ഫോണുകൾ അവതരിപ്പിക്കാറുണ്ട് എന്നതിനാൽ അധികം വൈകാതെ തന്നെ Y500 Pro ഇന്ത്യയിലും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. മീഡിയാടെക് ഡൈമൻസിറ്റി 7400 ചിപ്സെറ്റ് കരുത്തിലാണ് പുതിയ മോഡൽ എത്തിയത്. 200 MP മെയിൻ ക്യാമറയുമായി എത്തുന്നു എന്നതാണ് ഈ ഫോണിന്റെ വരവിനെ ശ്രദ്ധേയമാക്കുന്ന മുഖ്യ ഘടകം. നിലവിൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള വിവോയുടെ Y400 Pro മോഡലിൽ 50 MP + 2 MP റിയർ ക്യാമറ സജ്ജീകരണവും 32 MP ഫ്രണ്ട് ക്യാമറയുമാണുള്ളത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ വമ്പൻ ക്യാമറ സജ്ജീകരണമാണ് പുതിയ Y500 Pro മോഡലിൽ വിവോ അവതരിപ്പിച്ചത്. അതേസമയം ഫ്രണ്ടിൽ 32 MP ക്യാമറ തന്നെ തുടരുന്നു. 7000 mAh ബ്ലൂ ഓഷ്യൻ ബാറ്ററിയാണ് ഈ ഫോണിന്റെ പ്രധാന ഹൈലൈറ്റ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. BSNL റീചാർജിലൂടെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഓഫർ ഇനി 7 ദിവസം കൂടി. മറ്റുള്ളവർക്ക് റീചാർജ് ചെയ്ത് നൽകുന്നതോടെ 2.5% ഡിസ്കൗണ്ടാണ് ലഭിക്കുക. ഈ വർഷത്തെ ദീപാവലിയോടനുബന്ധിച്ച് BSNL നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഒരു ഓഫറാണ് ഗിഫ്റ്റ് റീചാർജ് ഓഫർ. BSNL സെൽഫ് കെയർ ആപ്പ് ഉപയോഗിച്ച് മറ്റ് BSNL നമ്പറിലേക്ക് റീചാർജ് ചെയ്താൽ 2.5% ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്ന ഒരു ഓഫറാണിത്. 199 രൂപ മുതലുള്ള എല്ലാ പ്രീപെയ്ഡ് പ്ലാനുകൾക്കും ഈ ഡിസ്കൗണ്ട് ലഭ്യമാണ്. നവംബർ 18 വരെ മാത്രമാണ് ഈ ഓഫർ ലഭ്യമാകുക. അതായത് ഈ ഓഫർ തീരാൻ ഇനി 7 ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ സ്വന്തം നമ്പർ റീചാർജ് ചെയ്താൽ ഈ ഓഫർ പ്രകാരം ഡിസ്കൗണ്ട് ലഭ്യമാകില്ല. പകരം മറ്റാരുടെയെങ്കിലും നമ്പർ റീചാർജ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഡിസ്കൗണ്ട് ലഭ്യമാകുക. വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ പരിചയക്കാരുടെയോ ഒക്കെ നമ്പർ നമ്മുടെ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്ത് നൽകാം. അതുവഴി 2.5% ഡിസ്കൗണ്ട് ലഭ്യമാക്കാം. 228 രൂപയുടെ റീചാർജ് പ്ലാനിന് 222 രൂപ നൽകിയാൽ മതിയാകും. പ്രിയപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയിൽ റീചാർജ് ലഭ്യമാക്കാനും വേണമെങ്കിൽ മറ്റുള്ളവർക്ക് റീചാർജ് ചെയ്ത് നൽകുന്നതിലൂടെ സ്വന്തമായി വരുമാനം കണ്ടെത്താനും ഈ BSNL ഓഫർ വരിക്കാർക്ക് ഉപയോഗപ്പെടുത്താനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ച് മാരുതി വിക്ടോറിസ്. 13,496 വാഹനങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ മാത്രം വിറ്റഴിച്ചത്. ഇന്ത്യയിലെ മിഡ് സൈസ് SUV വിഭാഗത്തിലേക്ക് മാരുതി സുസുക്കി പുതുതായി കൊണ്ടുവന്ന മോഡലാണ് വിക്ടോറിയസ്. ഗ്രാൻഡ് വിക്ടാരയ്ക്ക് തകർക്കാനാകാതെ പോയ ഹുണ്ടായി ക്രെറ്റയുടെ രാജപദവി വിക്ടോറിയസിന് നേടാനാവുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ എന്തും തന്നെ കൊണ്ട് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ മോഡൽ. ലുക്ക് കൊണ്ടും ഫീച്ചറുകൾ കൊണ്ടും മാത്രമല്ല വിലയുടെ കാര്യത്തിലും വിസ്മയിപ്പിച്ചാണ് വിക്ടോറിയസ് വിപണിയിലേക്ക് എത്തുന്നത്. പോയ മാസം വിക്ടോറിയസിന്റെ 13,496 യൂണിറ്റുകളാണ് മാരുതി സുസുക്കി നിരത്തിലെത്തിച്ചത്. വിപണിയിലെത്തിയ ആദ്യ മാസം തന്നെ 4,261 യൂണിറ്റുകൾ വിതരണം ചെയ്യാനും മാരുതിക്ക് സാധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒരു മാസം മുഴുവനും പൂർത്തിയാക്കിയ വിൽപ്പന കണക്കിലും മുന്നേറാൻ SUVക്ക് ആയിരിക്കുന്നത്. പുറത്തിറങ്ങിയ ദിവസങ്ങൾക്കകം മിഡ് സൈസ് SUVക്ക് 25,000 യൂണിറ്റ് ബുക്കിംഗ് മറികടന്നിരുന്നു. 3 വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകളാണ് മാരുതി വിക്ടോറിയസ് SUV വാങ്ങാനാവുന്നത്. അതിൽ ആദ്യത്തേത് 1.5 ലിറ്റർ പെട്രോൾ, രണ്ടാമത്തേത് CNG ബൈ ഫ്യൂവൽ ഓപ്ഷൻ, മൂന്നാമത്തേത് ടൊയോട്ടയിൽ നിന്ന് കടമെടുത്ത 1.5 ലിറ്റർ പെട്രോൾ ഇലക്ട്രിക് ഹൈബ്രിഡ് എന്നിവയാണ്. മൈലേജിലേക്ക് വന്നാൽ 28.65 കിലോമീറ്ററാണ് ഹൈബ്രിഡ് വേരിയന്റുകളിൽ കമ്പനി അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.